മാമി തിരോധാന കേസിൽ ജനങ്ങളുടെയും മാമിയുടെ കുടുംബത്തിന്റെയും കണ്ണിൽ പൊടിയിടാനുള്ള അന്വേഷണമാണിപ്പോൾ നടക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റിയും മാമിയുടെ കുടുംബവും. ഇപ്പോഴുള്ള അന്വേഷണം താഴെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് നടക്കുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായിരുന്ന മാമിയുടെ തിരോധാന കേസിൽ പോലീസിനെതിരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആക്ഷൻ കമ്മിറ്റിയും മാമിയുടെ കുടുംബവും രംഗത്തെത്തിയത്. ആദ്യം അന്വേഷണം നടത്തിയ നടക്കാവ് പോലീസിലെ സംഘത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് ADGPയുടെ റിപ്പോർട്ട്. കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയില്ലെന്നും സുപ്രധാന സൂചനകൾ നൽകുന്ന വിവരങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. മാമിയെ കാണാതായെന്ന ഭാര്യ റംലത്തിന്റെ പരാതിയിൽ ആദ്യം അന്വേഷണം നടത്തിയ അന്നുണ്ടായിരുന്ന നടക്കാവ് ഇൻസ്പെക്ടർ, SI, സീനിയർ CPO എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. അതേസമയം അന്വേഷണം നടക്കുമ്പോൾ കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണയാണ് ഇപ്പോൾ ഉത്തരമേഖല IG. ആ IG തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നും ആക്ഷൻ കമ്മിറ്റി. അന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണ ഇന്നിപ്പോൾ ഉത്തരമേഖല റേഞ്ച് IGO അങ്ങനെ അദ്ദേഹം തന്നെയാണ് ഇതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്നത്തെ ACPക്കെതിരെയും അന്വേഷണം വേണം. മാമിയുടെ മകൾ ആ സമയത്ത് നൽകിയ പരാതി പോലും ചോർന്നുവെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നടക്കാവ് SHO ആയിരുന്ന ജിജീഷ് മികച്ച ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ കേസിൽ അയാളുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ്. നീതിക്കായി നിയമയുദ്ധം തുടരുമെന്ന് മാമിയുടെ സഹോദരി റംലത്തും പറഞ്ഞു. എവിടെ വരെയാണോ പോകേണ്ടത് ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും അതിന്റെ പുറകിൽ ഉണ്ടാവും. ഞങ്ങൾ മരിക്കുന്നവരെ നമ്മളിത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. 60 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനും IG നിർദ്ദേശിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.